അപ്പോൾ ഇത് തലവൻ 2-ന്റെ ഒഫീഷ്യൽ അനൗൺസ്മെന്റ് ആയിരുന്നു. ഈ ചേട്ടൻ ആസിഫ് വിജയിലും തലവൻ്റെ 2-ൽ എന്നെ ആവശ്യമുണ്ട്. ഓക്കെ, താങ്ക് യു. അപ്പം വേറെന്തെങ്കിലും അതായത് വേറൊന്നുമല്ല, ദിലീഷ് നിർത്തിയെടുത്തെന്ന് ദിലീഷ് തന്നെ തുടങ്ങി തരണം എന്നുള്ളത് കുറേ നാളായിട്ട് ഞങ്ങളുടെ ആഗ്രഹമായിരുന്നു. അപ്പോൾ തലവന് നിങ്ങൾക്കറിയാം, ഒരു ഹൈപ്പും ഇല്ലാതെ വന്ന സിനിമയാണ്. അപ്പോൾ സീസണ് മുക്കെ തെറ്റിച്ച് വന്നൊരു സിനിമയാണ്. ആ സിനിമയ്ക്ക് നിങ്ങൾ അകമഴിഞ്ഞ് തന്ന പ്രോത്സാഹനവും പിന്തുണയും ഈ സിനിമയ്ക്ക് അതിൻ്റെ ഡബിളായിട്ടുണ്ടാകണം. ബിക്കോസ് ഇത് ഡബിളാണ്, തലവൻ 2 ആണ്, ഇല്ലേ? എല്ലാം ഡബിളാണ്. സാലറിയും പെട്ടെന്ന് അങ്ങനെ പെട്ടെന്ന് മനസ്സങ്ങനെ പോകും. അങ്ങനെ സംഭവിക്കട്ടെ. താങ്ക് യു സോ മച്ച്. ആസുവിനെല്ലാം പറയാനുണ്ടോ? നന്ദി, സന്തോഷം, ഇതൊക്കെ തന്നെയാ പറയാനുള്ളൂ. ഒരുപാട് ആഗ്രഹിച്ചതാണെങ്കിൽ ഒരു വിജയം. ഒരു സിനിമയുടെ 65-ാം ദിവസം ആഘോഷിക്കുക എന്ന് പറയുന്നത് ഇപ്പോൾ സ്ഥിരമായി നടക്കുന്ന ഒരു കാര്യമല്ല. 50-ഉം 30-ഉം ഒക്കെ ആഘോഷിച്ചിട്ടുണ്ട്. 65 വരെ ഓടിയെത്തി. അതും തിയേറ്റേഴ്സിൽ ഇപ്പോഴും ഉണ്ട്. സത്യസന്ധമായ 65 ദിവസം എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. അപ്പൊ അത് ഇനി അങ്ങോട്ട് ഇതൊരു ശീലമായി മാറട്ടെ എന്നും ഒരു തുടർക്കഥയാവട്ടെ എന്നും ഒക്കെ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. തലവൻ 2 ഉടനെ സംഭവിക്കട്ടെ. നല്ല വിഷയമാണ്. ചാക്കോച്ചനിങ്ങനെ എന്റെയും പീച്ചറിന്റെ ഇടയിൽ വന്ന് ഇരിക്കുന്നുണ്ട്. പണ്ട് ഞാൻ അവിടെ നിന്ന് തട്ടിക്കൊണ്ട് വന്ന എന്റെ മികച്ച താരജോടിയാണിത്. അപ്പൊ ഉടനെ ഞാൻ തിരിച്ചു തരാൻ ഉദ്ദേശിക്കുന്നില്ല. എന്തായാലും ഈ വിജയം ആഘോഷിക്കാൻ ഇവിടെ വന്ന എല്ലാവർക്കും നന്ദി പറയുന്നു. ജിസു പറഞ്ഞ പോലെ ഞങ്ങളുടെ കുടുംബമാണ് ഈ ഇരിക്കുന്നത്. ഈ വിജയത്തിൽ ഞങ്ങൾ സന്തോഷിക്കുന്ന പോലെ തന്നെ നിങ്ങളും സന്തോഷിക്കുന്നുണ്ടെന്ന് അറിയാം. അപ്പൊ താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും പറഞ്ഞ പോലെ തന്നെ ഒരുപാട് സന്തോഷമുള്ള ദിവസമാണെന്ന്. കാരണം ഒരു സിനിമയുടെ വിജയം എന്ന് പറയുന്നത് നമ്മളെല്ലാവരും കൊതിക്കുന്നതാണ്, ആഗ്രഹിക്കുന്നതാണ്. എല്ലാ സിനിമയും തുടങ്ങുമ്പോൾ എല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. വളരെ കുറച്ച് മാത്രമേ ഇങ്ങനെ ഭാഗ്യം കിട്ടാറുള്ളൂ. ഒരുപാട് സന്തോഷം. ഇതിൻ്റെ മുന്നിലും പിന്നിലും പ്രവർത്തിച്ച ഈ സിനിമ തുടക്കം മുതൽ അവസാനം വരെ കൂടെ നിന്ന് എല്ലാവരോടും ദൈവത്തിനോടും എല്ലാവർക്കും നന്ദി പറയുന്നു. ജിസിനോടായിട്ടൊരു വാക്ക് മാത്രം പേഴ്സണലി പറയുന്നു. ഈ സിനിമ വരുമ്പോൾ വളരെ ഒരു ലൈറ്ററായിരിക്കും എന്നാണ് ഞാൻ എൻ്റെ ഉദ്ദേശിച്ചത്. പക്ഷെ അദ്ദേഹം ചിരിച്ച മുഖത്തോടെ നല്ല കാര്യമായിട്ട് ജോലി എടുപ്പിച്ച സിനിമയാണ്. പേഴ്സണലി ഒരു കാര്യം പറയാനുള്ളൂ. ഇപ്പോൾ തലവൻ എന്ന് പറഞ്ഞാൽ കാര്യമായ എക്സ്പെക്ടേഷൻ ഇല്ലാതെ വന്നു എന്ന് പറഞ്ഞു. പക്ഷെ ഈ തലവൻ 2 എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടാവും. അതിൻ്റെ സീക്വൽ എന്ന് പറയും. അപ്പോൾ അതൊരുപടി മുകളിലാവാൻ ജിസിന് നല്ല ചിന്തകളും എല്ലാ അനുഗ്രഹവും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി പറയുന്നു. താങ്ക് യു. താങ്ക് യു. തലവൻ 2-ന്റെ നമുക്ക് ആ വീഡിയോ ഒന്നുകൂടെ കാണാം അല്ലേ? ആദ്യം നമ്മൾ പ്രതീക്ഷിക്കാതിരുന്നപ്പോഴാണ് വന്നത്. നമുക്ക് പ്രതീക്ഷിച്ചുകൊണ്ടൊന്ന് കാണാം. പോലീസിനുള്ളിലെ ഒരു ക്രിമിനൽ, പോലീസുകാരെ തന്നെ വേട്ടയാടിയ ഈ കേസ് സ്റ്റോറി ഞാൻ ഇന്നിവിടെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നില്ല. അടുത്ത എപ്പിസോഡിൽ ഞാൻ പറയാൻ പോകുന്നത് ഈ കേസ് സ്റ്റോറിയിൽ അധികമാരും ശ്രദ്ധിച്ചിട്ടില്ലാത്ത ഒരാളെ കുറിച്ച് ചില വെളിപ്പെടുത്തലുകളാണ്. തലവൻ 2 തലവൻ 1-നെക്കാട്ടിലും വളരെ മികച്ച ഒരു വിജയമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ചടങ്ങുകൾ തുടരുകയാണ്. ആസിഫും വിജയേട്ടനും ഒക്കെ ഇനി വീണ്ടും വേദിയിലേക്ക് വരുന്നതാണ്. അത് മാത്രമല്ല, നമ്മൾ ഇന്ന് ഈ സിനിമയുടെ ഭാഗമായിട്ട് ഇവിടെയുള്ള കാസ്റ്റും ടെക്നീഷ്യൻസും അഭിനേതാക്കളും എല്ലാവരും തന്നെ
അവസാനം വരെ തുടരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. കാര്യം എൻറ്റയർ ടീമുമായിട്ട് ഒരു ഫോട്ടോ സെഷനും കൂടി പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിനും കൂടെ വേണ്ടി വെയിറ്റ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അടുത്തതായി നമ്മുടെ ആശംസകൾ അർപ്പിക്കാൻ ഗസ്റ്റിനെ വിളിക്കുന്നതിന് മുൻപായി ആക്ടേഴ്സ് ദയവായി ഇവിടെ തയ്യാറായിരിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. കോഴിക്കോട് ജയരാജ്, തൃശൂർ ഗോപാലൻ, ബാലൻ പാറയ്ക്കൽ, നബീഷ് ബെൻസൺ, ലാലി മരക്കാർ, രമാദേവി കണ്ണഞ്ചേരി, രാധ ഗോമതി, ഐസ ഹസൻ, അതിഥി ഷൈബൻ എന്നിവർ ദയവായി തയ്യാറായിരിക്കുമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇനി വേദിയിലേക്ക് ക്ഷണിക്കുന്നത് സ്വാതന്ത്ര്യ അർദ്ധരാത്രിയിൽ, അജഗജാന്തരം, ചാവേർ എന്നീ ചിത്രങ്ങളുടെ സംവിധായകൻ ശ്രീ ടിനു പാപ്പച്ചനാണ്. അരുൺ നാരായൺ പ്രൊഡക്ഷൻസിന്റെ കഴിഞ്ഞ ചിത്രമായിരുന്നു ചാവേർ. ചിത്രത്തിന്റെ സംവിധായകൻ ശ്രീ ടിനു പാപ്പച്ചനെ ഈ വേദിയിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. സംസാരിക്കുന്ന ഒരു ആശംസകൾ. സന്തോഷം. അരുൺ നാരായണൻ എന്നെ വിളിച്ചപ്പോഴേ ഞാൻ പറഞ്ഞായിരുന്നു എന്നെ സ്റ്റേജിൽ കയറ്റി സംസാരിപ്പിക്കരുതെന്ന്. അപ്പം എന്തായാലും സന്തോഷം. ഇങ്ങനെ ഒരു എന്താ പറയുന്നത്, ബിജുവേട്ടനും ആസിഫും ജിസ്മോനൊക്കെ പറഞ്ഞ പോലെ ഒരു സിനിമയുടെ വിജയത്തിന്റെ ഭാഗമായിട്ട് എത്തുക എന്നുള്ളതാണ് ആ സിനിമയെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷമായൊരു മൊമെന്റ്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ വന്നതിൽ വളരെ സന്തോഷം. അരുൺ നാരായണൻ, ജിസ്മോൻ, ആസിഫു, ബിജുമേനോൻ എല്ലാവർക്കും എൻ്റെ ആശംസകൾ. താങ്ക് യു. താങ്ക് യു. വേദിയിലേക്ക് ക്ഷണിക്കുന്നു അഭിനേതാവ് കോഴിക്കോട് ജയരാജ്. നിരവധി പുരസ്കാരങ്ങൾ നേടിയ ജനനം 1947 പ്രണയം തുടരുന്നു എന്ന ചിത്രത്തിലെ നായകൻ കൂടിയാണ് ശ്രീ കോഴിക്കോട് ജയരാജ്. നല്ലൊരു കൈഡിയാവും അല്ലേ? ശ്രീ തൃശൂർ ഗോപാലൻ, ബാലൻ പാറയ്ക്കൽ, നബീഷ് ബെൻസൺ, ശ്രീമതി ലാലി മരക്കാർ. കുമ്പളങ്ങി നൈറ്റ്സ് ഉൾപ്പെടെയുള്ള ചിത്രങ്ങളിലൂടെ നമുക്ക് ഏറെ സുപരിചിതയായ ഒരു മുഖമാണ് ലാലി മരക്കാർ. ശ്രീമതി ലാലി മരക്കാർ നിങ്ങളോട് സംസാരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഒരു വിജയ സിനിമയുടെ ചെറിയ റോളിലാണെങ്കിലും ഒരു വിജയ സിനിമയുടെ പാർട്ടാകുക എന്ന് പറയുന്നത് ഒരു അഭിനേതാവിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യമാണ്. എന്നെ ഈ സിനിമയിലേക്ക് ക്ഷണിച്ച് എല്ലാ ഇതിൻ്റെ കാസ്റ്റിംഗ് ഇതിനോടും ജിത്തുയോടും പ്രത്യേകം നന്ദി പറയുന്നു. എന്തായാലും തലവൻ സെക്കൻഡ് വരാൻ പോവുകയാണ്. ആസിഫ് അലിയുടെ അമ്മയായിട്ടായിരുന്നു ഞാൻ അഭിനയിച്ചത്. അതുകൊണ്ട് തന്നെ അമ്മ ഒരിക്കലും മാറാൻ പോകുന്നില്ലല്ലോ. അടുത്ത സിനിമയിൽ ഞാൻ ഉണ്ടാകുന്നതിനെ പ്രതീക്ഷിക്കുന്നു. നന്ദി. താങ്ക് യു. രമാദേവി കണ്ണഞ്ചേരി. രാധ ഗോമതി, ഐസ ഹസൻ. 2 ചൈൽഡ് ആർട്ടിസ്റ്റുമാർ സിനിമയിലുണ്ടായിരുന്നു. പ്രധാനം പറയും ഐസ ഹസൻ, മോളെ എന്തെങ്കിലും പറയാനുണ്ടോ നിങ്ങളോട്? ഹായ് എവരിവൺ, ഐ ആം ഐസ ഹസൻ. എനിക്ക് തലമല്ല ഒരു പാട്ടാകാൻ പറ്റിയില്ല, ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ എനിക്ക് സ്പെഷ്യൽ താങ്ക്സ് ടു ജിസ്തു ഞങ്ങൾ, പിന്നെ
ആസിഫലി അങ്കളുമാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ പറയുന്നത്. എനിക്ക് ഒരു ടെൻഷനൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ്. എന്താ പിന്നെ എനിക്ക് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ജിസ്റ്റോയങ്ങൾ എനിക്ക് ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്ത് തന്നു. നല്ല ജോയ് ആയിരുന്നു. പിന്നെ താങ്ക് യു മോളെ, ഒരുപാട് സന്തോഷമുണ്ടാവട്ടെ. താങ്ക് യു. അതിഥി ഷൈബിൻ. അതിഥിക്ക് പറയാനുണ്ടോ? നല്ലൊരു തുടക്കമാവട്ടെ. താങ്ക് യു ശ്രീ ടിനു പാപ്പച്ചൻ. RJ എന്നതിലുപരി ഒരുപാട് പേർക്ക് മോട്ടിവേഷൻ നൽകുന്ന പ്രിയപ്പെട്ട ജോസഫ് അനംകുട്ടി ജോസ്, അദ്ദേഹം നമ്മളോടൊപ്പമുണ്ട്. അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ജിസേട്ടൻ്റെ ഫ്രണ്ട് ആണെന്നുള്ളൊരു മെറിറ്റിൽ മാത്രമാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. എന്നെ ഇൻവൈറ്റ് ചെയ്തിട്ടുള്ളൂ. താങ്ക് യു സോ മച്ച്. ജിസേട്ടൻ ആദ്യമായിട്ട് ഈ പടത്തിൻ്റെ പേര് പറയുന്നത് എയർപോർട്ടിൽ വെച്ചാണ്, ഇതിൻ്റെ പൂജയ്ക്ക് പോകുമ്പോഴാണ്. അന്ന് പടത്തിൻ്റെ പേര് പറഞ്ഞത് സിംഗിൾ തല രാവണൻ എന്നാണ്. അപ്പോൾ ഇവിടെ എങ്ങനെയുണ്ട് പേര് ചോദിച്ചു. ഞാൻ പറഞ്ഞു വല്ലാത്തൊരു മികച്ചൊരു പേരാണ് നന്ന് പറഞ്ഞിരുന്നു. പിന്നീട് തലവൻ്റെ പേര് മാറ്റി. പ്രിയപ്പെട്ട ആളുകളാണ് ജിസും ആസിഫ് അലിയും. അവരുടെ വിജയം പേഴ്സണലി എനിക്കും സന്തോഷമുള്ളതാണ്. വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. കൺഗ്രാജുലേഷൻസ്. താങ്ക് യു.